ഉണ്ടാകാൻ വരും. കാരണം ലാവിഷ് ആയിട്ട് ജീവിക്കുന്ന ഒരാള്, മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുന്ന ഒരാള്, ഈ വ്യക്തിക്ക് കൺട്രോൾ ഇല്ല. സ്വന്തം ഇമോഷൻസിന് സ്വന്തം എല്ലാം എക്സ്ട്രീം ആണ്. ചെറുതായിട്ട് ഒന്നും ചെയ്യില്ല, എല്ലാം വലിയ കാര്യം. പാർട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള പാർട്ടി, വെള്ളമടി എല്ലാ പരിപാടിയും ഉള്ള ഒരാളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് കൺട്രോളിൽ നിർത്തണം എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കയറിയത്. ആ കാര്യം സക്സസ്ഫുൾ ആയി കേട്ടോ. അപ്പൊ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് കുറച്ചും കൂടെ ക്ഷമയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു കൺട്രോൾ വെക്കുന്ന, എക്സ്ട്രീമിലേക്ക് പോകാതെ ഒരു കൺട്രോളിൽ ഇരിക്കുന്ന ഒരാളായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ പോസിബിൾ ആയിട്ടില്ല. ബാക്കിയെല്ലാം ഒരു വിധം ഒപ്പിച്ചെടുത്തു. അപ്പൊ ഇതിലും ബെറ്റർ ആരും വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളൂ. കാരണം ഈ വ്യക്തി വളരെ എക്സ്ട്രീം, നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം അനാവശ്യം പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ ഹാപ്പിയാണ്, കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ഒരു വ്യക്തിയായിരിക്കാം. ജെമിനി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇത് സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ വ്യക്തിക്ക് നിങ്ങളോടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? വ്യക്തി ഭയങ്കര ഹാപ്പി ആണെന്നാണ് പറയുന്നത്. അപ്പോ ഡിവോഴ്സ് ചെയ്ത ഒരാളായിരിക്കണം എന്ന് ചിലപ്പോൾ ഈ വ്യക്തി വിചാരിക്കുക. അതുപോലെ തന്നെ വളരെയധികം ട്രഡീഷണൽ ഒന്നും ആയിരിക്കില്ല. മിക്കവാറും ആളുകൾ കല്യാണം കഴിച്ച അവരോട് വളരെയധികം ട്രസ്റ്റ് വെക്കുന്ന ആളുകളായിരിക്കാം. വിവാഹ ബന്ധത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരിക്കരുത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ഈ വ്യക്തി വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്ത് സ്വയം എടുത്തതാണ്. അപ്പോ ഈ വ്യക്തി ടോറസ് റിവേഴ്സ് ആണ്, വളരെ ട്രഡീഷണൽ ആയ ഒരു എനർജി. പക്ഷെ നിങ്ങൾ വളരെയധികം അത്രയധികം ദൈവഭക്തിയുള്ള, അത്രയധികം അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ പേടിയില്ലാത്തൊരു എനർജി ആയിരിക്കും. നോർമൽ സൊസൈറ്റിയുടെ ആ ഒരു രീതിയിൽ ജീവിക്കാത്ത ഒരാളായിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നു. അപ്പോ അങ്ങനെയാണ് നിങ്ങൾ വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സി ആയിരിക്കാം, സിംഗിൾ മദർ ആയിരിക്കാം, സിംഗിൾ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കാം, വിവാഹ ജീവിതം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കാം. അതാണ് വ്യക്തി ആഗ്രഹിച്ചത്. പിന്നെയുള്ളത് ഹാങ്ക്മാൻ. നിങ്ങൾ ഈ വ്യക്തിയിൽ സ്റ്റക്ക് ആയിരിക്കണം. നിങ്ങൾക്ക് ഈ വ്യക്തി അല്ലാതെ വേറെ ആരും പാടില്ല. ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ആള് കംപ്ലീറ്റ് ആയിട്ട് വ്യക്തിയുടെ കൺട്രോളിൽ ഇരിക്കണം. രണ്ടുപേരും കൺട്രോൾ ആഗ്രഹിച്ചു, രണ്ട് തരത്തിലുള്ള കൺട്രോളാണ്. അപ്പോ ഈ വ്യക്തി അങ്ങനെ, നിങ്ങൾ ഈ വ്യക്തി